morning. Morning. Yes. Good morning. Morning, ma'am. Yes. Very good morning. അപ്പോ ഇന്നലത്തെ നമ്മുടെ ഒരു വലിയ ഒരു മാസ് പ്രോഗ്രാമിന് ശേഷം ഇന്ന് വീണ്ടും നിങ്ങളെല്ലാവരും കണ്ടതിൽ വീണ്ടും സന്തോഷം. സോ നമ്മള് മറ്റൊരു സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട ഹൈദരലി സാറാണ്. ഹൈദരലി സാറിന് ഇന്നലെ സംസാരിച്ച് തീർന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സാറിനെ തന്നെ നമുക്ക് വീണ്ടും ഇന്നത്തെ ഹോസ്റ്റായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. സാർ, അപ് ടു യു. Thank you, Naushit ma'am. Thank you very much. Good morning, everyone. Good morning, sir. ഐശ്വര്യപൂർണമായ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ്. ഐശ്വര്യപൂർണമായ ഒരു നല്ല ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് കൂടി നമ്മെ ഉണർത്തിയ സർവശക്തന് നന്ദി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തുക എന്നുള്ളത് നല്ല ആത്മാക്കളുടെ ലക്ഷണമായിരിക്കും. ഒരിക്കൽ APJ അബ്ദുൽ കലാമിനോട് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയധികം സത്യസന്ധത പുലർത്താൻ പറ്റുന്നത്? APJ അബ്ദുൽ കലാമിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത റിലേറ്റീവ്സ്, സുഹൃത്തുക്കൾ, അങ്ങനെ 100ഓളം ആളുകൾ രാഷ്ട്രപതി ഭവൻ കാണുന്നതിന് വേണ്ടി വരാൻ പ്ലാൻ ചെയ്തു. ആ സമയത്ത് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ, രാഷ്ട്രപതി ഭവൻ്റെ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുമായവരെ വിളിച്ചു പറഞ്ഞു, ഈ വരുന്ന ആളുകൾക്ക് ആവശ്യമായ താമസ സൗകര്യം രാഷ്ട്രപതി ഭവനിൽ വരുത്തണം. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അവരെ ഇന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കണം. ഇതിൻ്റെ ചെലവ്, ഈ റൂമിൻ്റെ വാടക, അവരെ വാഹനത്തിൻ്റെ വാടക, ഭക്ഷണത്തിൻ്റെ പൈസ, ഇതെല്ലാം എന്നോട് എല്ലാ കണക്കും സൂക്ഷിക്കണം, അതെന്നോട് പറയണം. ഇത് മറ്റാരോടും പറയുകയും വേണ്ട, അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രപതിയുടെ ഗസ്റ്റുകളൊക്കെ രാഷ്ട്രപതിയുടെ ഭവനത്തിലാണ് താമസിക്കേണ്ടത്. അവർക്ക് ഭക്ഷണവും ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്, എല്ലാം രാഷ്ട്രപതിയുടെ ചെലവിലാണ്, ഗവൺമെൻറ്റിൻ്റെ വകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ APJ പറഞ്ഞു, ഇതിൻ്റെ കണക്ക് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആളുകൾ വീട്ടിൽ വന്നു, ഗസ്റ്റുകൾ വന്നു, സാധാരണക്കാരായ ആളുകളാണ്. അവരെ രാഷ്ട്രപതി ഭവനിൽ താമസിപ്പിച്ചു, അവരെ കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിച്ചു. ഇതിൻ്റെ ചെലവുകൾ കറക്റ്റായി APJ അബ്ദുൽ കലാമിനെ സെക്രട്ടറി കൊടുത്തു. ഈ പൈസ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ഉണ്ടായത്. ഇത് അറിയുന്ന ഈ പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തിനാണ് സാർ നിങ്ങൾ ഇത്രയും സത്യസന്ധനായിരിക്കുന്നത്? നിങ്ങൾ എവിടെ നിന്നാണ് ഇങ്ങനെ ആയാൻ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ കഥയാണ്. ആ കഥ ഞാൻ നിങ്ങളോടുമായി ഷെയർ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ APJ അബ്ദുൽ കലാമിൻ്റെ ഉമ്മ APJ അബ്ദുൽ കലാമിന് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ കഥയാണത്. ആ കഥ ഇങ്ങനെയാണ്. ഏകദേശം 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ കാബൂളിൽ താമസിച്ചിരുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്നൊരു ആട്ടിടയനായ ബാലനുണ്ടായിരുന്നു. ആ ബാലൻ ആടുകളെ, അന്നത്തെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുക, ആടുകളെ അതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആടുകളെ മേയ്ച്ച് ജീവിച്ചിരുന്ന ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ബാലൻ ഒരു ദിവസം കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ വിട്ടതിന് ശേഷം മരത്തണലിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം, നീ ഇങ്ങനെ ആടിനെ മേച്ച് നടക്കേണ്ട ആളല്ല ഇവിടെ, നീ ബാഗ്ദാദിൽ പോയി വിജ്ഞാനം ആർജിക്കണം. ഈ കുട്ടി ഈ സ്വപ്നം വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. ഉമ്മ ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ഉമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോനെ, നീ ബാഗ്ദാദിലേക്ക് പോകണം. അന്നത്തെ കാലത്ത് ബാഗ്ദാദ് എന്ന് പറയുന്നത് വളരെ ദൂരമുള്ള സ്ഥലവും, പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നുള്ള സംശയമുള്ള
അല്ലെങ്കിൽ അത്രയും ദൂരമുള്ളൊരു സ്ഥലമാണ്. അന്നത്തെ കാലത്തൊക്കെ ബഗ്ദാദിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ അവിടെ മരിച്ച് അവിടെ ജീവിക്കുക, അവിടെ ജീവിച്ച് അവിടെ മരിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഒരു രീതി. അല്ലെങ്കിൽ അത്രയും ദൂരമുള്ള സ്ഥലം. അപ്പോൾ ആ കുട്ടി പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പൈസ, തുക ആ കുട്ടിയുടെ മേലുള്ള കുപ്പായത്തിൻ്റെ ഉള്ളിൽ ഒരു കീശ തുന്നിച്ചേർത്ത് അതിൽ 40 സ്വർണ്ണ നാണയം ഈ ഉമ്മ കൊടുത്തയച്ചു. കാരണം ഈ കുട്ടി അവിടെ പോയി ജീവിതകാലം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ആ കുട്ടിയുടെ ഷെയറും കൂടിയായിരുന്നു ഇത്. അപ്പം ഉമ്മ പറഞ്ഞു ആ കുട്ടിയോട് പോകുമ്പോൾ, മോനെ ഒരിക്കലും കളവ് പറയരുത്, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത് എന്നുകൂടെ പറഞ്ഞു. ഈ കുപ്പായത്തിൻ്റെ ഉള്ളിൽ ആരും കാണാത്ത രീതിയിൽ രഹസ്യമായി തുന്നിച്ചേർത്ത ഒരു കീശയിലാണ് ഈ സ്വർണ്ണ നാണയം കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടി അങ്ങനെ യാത്രയായി. ഈ യാത്രയുടെ ഒരു പ്രശ്നം, നടന്നാണ് യാത്ര. ഈ നടന്ന യാത്രയിൽ ദിവസങ്ങളോളം പിടിക്കും. പല സ്ഥലങ്ങളിലും രാത്രി കള്ളന്മാരും കൊള്ളക്കാരും ആളുകളെ ആക്രമിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കുട്ടിയുടെ യാത്രയിൽ ഒരു വൈകുന്നേരം ഇതേപോലെ ഒരു കൂട്ടം കൊള്ളക്കാർ ഈ കുട്ടിയെ പിടികൂടി. ഒരു പാവം കുട്ടി. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ്? ഞാൻ ബാഗ്ദാദിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കുട്ടിയെ തപ്പി. ഈ കുട്ടിയുടെ അടുത്ത് ഒന്നുമില്ല, കാണുന്നില്ല. അപ്പോൾ ചോദിച്ചു, നിൻ്റെ അടുത്ത് ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഉണ്ട്, എൻ്റെ ഈ കോട്ടിൻ്റെ അടിയിലെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ തുന്നിച്ചേർത്ത കീശയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊള്ളക്കാർക്ക് അത്ഭുതം, ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇത് പറയുന്നത്? ഈ കുട്ടിക്ക് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ, ശരിക്കും ഞങ്ങളിത് കണ്ടിട്ടില്ലല്ലോ. ഈ കുട്ടിയെ ഇവരുടെ കൊള്ളസംഘത്തിൻ്റെ നേതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇങ്ങനെ ഇവൻ പറയുന്നത്. അപ്പം ആ കുട്ടിയോട് ചോദിച്ചു, നീ ഇതെന്തിനാണ് പറഞ്ഞത്? നിനക്കത് പറയാതിരുന്നെങ്കിൽ നിനക്ക് രക്ഷപ്പെട്ടു പോകാമായിരുന്നില്ലേ? അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മക്ക് കൊടുത്ത വാക്കാണ് ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ളത്. ആ വാക്ക് തെറ്റിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ആ വാക്ക് തെറ്റിക്കുന്നത് നിങ്ങളെ കൂട്ടുള്ള ഭയത്തിനേക്കാളും കൂടുതലാണ് എൻ്റെ ആ ഭയം. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ആ വാക്ക് തെറ്റിക്കാൻ കഴിയില്ല. ആ കുട്ടിയാണ് പിന്നീട് ബാഗ്ദാദിൽ പോയി ഈ കൊള്ളസംഘം മുഴുവനും പിന്നീട് സൂഫി ഗ്രൂപ്പായി മാറി എന്നാണ് കഥ. ഈ കുട്ടിയാണ് പിന്നീട് അബ്ദുൽ ഖാദർ ജീലാനി എന്ന മഹാനായ സൂഫി വര്യനായി മാറിയത്. ഈ കഥ APJ അബ്ദുൽ കലാമിന് ഉമ്മ പറഞ്ഞു കൊടുത്താണ്. ആ കഥ കേട്ട അന്നു മുതൽ എൻ്റെ മനസ്സിൽ, APJ അബ്ദുൽ കലാം പറയാണ്, എൻ്റെ മനസ്സിൽ സത്യസന്ധത ജീവിതത്തിൽ പുലർത്തേണ്ട ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സത്യസന്ധത പുലർത്തിപ്പോരുന്നു. നമ്മുടെ സോള് വളരെ പ്യുവറായിരിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് കുട്ടികളാകുമ്പം നമുക്കുണ്ടാകുന്ന നല്ല ശീലങ്ങളെ ജീവിതത്തിൽ എന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ സോളിനെ ഏറ്റവും പ്യുവറാവുന്ന സമയത്ത് അതിന് കിട്ടുന്ന പരിശീലനങ്ങൾ അയാളുടെ ജീവിതത്തിലും അത് സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, കുട്ടികൾക്കാണ് സോള് പ്യുവറായിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾക്ക് നല്ലതായ ഇത്തരം ഇൻഫർമേഷൻസ്, ഇത്തരം കാര്യങ്ങൾ ആ കുട്ടിയുടെ സോളിൽ കൊടുക്കേണ്ടത്. സൈക്കോളജി പറയുന്നു, നിങ്ങൾക്ക് 7 വയസ്സ് വരെയുള്ള നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങളെ ബാധിക്കുന്നത്. ഒരു മാനസിക രോഗവുമായി അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നവുമായി വരുന്ന ഒരാളുടെ ബാക്ക് ഹിസ്റ്ററി പരിശോധിച്ചാണ് അവർക്ക് ചികിത്സ നിർണ്ണയിക്കുന്നത്. അതിൽ പ്രധാനമായും നോക്കുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ്. നമുക്ക് ഓർമ്മയുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. ഓർമ്മ വെച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളും വിജ്ഞാനങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടാകും, നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷേ അതിനു മുമ്പ് ഓർമ്മയില്ലാത്ത സമയത്തും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മളെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. ആ അൺകോൺഷ്യസ് മൈൻഡിലുള്ള സാധനവും നമ്മുടെ തുടർന്നുള്ള ജീവിതങ്ങളിൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റങ്ങളെയും നമ്മളെ ജീവിതത്തിനുള്ള കാഴ്ചപ്പാടിനെയും വളരെയധികം സ്വാധീനിക്കുന്നു. അത് ആ പ്യുവറായിരിക്കുന്ന സോള് ഉള്ള സമയത്ത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ, നല്ല ശീലങ്ങൾ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയിൽ നിലനിൽക്കുന്നതിന് ഉടമയാകും. അതുകൊണ്ട് കുട്ടികളോട് പെരുമാറുമ്പോഴും അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും വളരെയധികം സത്യസന്ധത, നീതി, സത്യം, ഇത്തരം കാര്യങ്ങൾ
ഒരിക്കൽ നമ്മൾ ആത്മാവിൽ അങ്കുരിച്ചാൽ, അതിനെ മൊട്ടിട്ടാൽ, ആ ജീവിതത്തിലുടനീളം നടത്തിക്കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിയും. പലപ്പോഴും അതല്ലാത്തത് കൊണ്ടാണ് ഒരു വലിയ മനുഷ്യനായി തീരുമ്പം അവന് ഇത്തരം കാര്യങ്ങൾ പുലർത്തിപ്പോരാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ശുഭ ദിനം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മോർണിംഗ് അവേക്കനിങ് പ്രോഗ്രാമിലേക്ക് ഷൈൻ മുഹമ്മദ് സാറെ ക്ഷണിക്കുന്നു. ഇന്നലെ വളരെ വൈകിയാണ് സാറ് പോയത്. സാർ എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സാർ, ഓവർ ടു യു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഇത്രയും പേരുണ്ടാവുന്നു. രാത്രി ബോധം കെട്ടാൻ പോലെ പോയി കിടന്നല്ലേ. ചുറ്റൂർ. മോർണിംഗ്. കോർഡിനേറ്റേഴ്സ് ഗൾഫ് ടൈം 5:45 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടോ ഗ്രൂപ്പില്, GCC ഗ്രൂപ്പ്. 5:45 അവിടുത്തെ ടൈം. ദുബായ് ടൈം. UAE ടൈം 5:45. ഇനി അങ്ങനെയാണോ തുടങ്ങുക? അല്ല, അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5:45 എന്ന് പറയുമ്പോ ഏകദേശം ഇവിടത്തെ 7:15. 7:15. ഇന്നലെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പഠിപ്പിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് എന്തോ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലായിരുന്നു. പേര് ആത്മാവിനെ എങ്ങനെ പറക്കാം, കാറ്റായി മാറുന്നത് രഹസ്യം. എങ്ങനെ കാറ്റായി മാറാമെന്ന് കാണാം. ഞാൻ നിങ്ങൾ മറന്നുപോയെങ്കിൽ അതങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ വിടത്തില്ല സാർ. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് ഓർത്തു വെക്കും. കാറ്റായി മാറാന്ന് വെച്ചാൽ വളരെ രസമുള്ള സംഭവല്ലേ. അതെ, ഇന്നലെ ദിനേശ് സാറ് റിവ്യൂ പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല അല്ലേ. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പൂവിന്റെ മണം കേട്ടാർന്നോ നിങ്ങൾ ആരെങ്കിലും? മുല്ലപ്പൂവിന്റെ. മുല്ലപ്പൂവാണ്. അടുത്തൊന്നും മുല്ലപ്പൂ ഇല്ല, പക്ഷെ ഞാൻ മുല്ലപ്പൂവിന്റെ സുഗന്ധം ആസ്വദിച്ചു എന്ന് പറഞ്ഞു. അതാണ് രസം. പോരെ, അത്രയും പോരെ. അതാണ് രസം. സോളിന് കാറ്റായി മാറാൻ കഴിയും. കാറ്റായി മാത്രല്ല, ഞാനത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ എന്നെ കളിയാക്കും, ഭ്രാന്താന്ന് പറയാം. അതുകൊണ്ട് ഞാൻ പറയാത്തത്. പക്ഷെ പല കഥകളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പലയിടത്തും പോവാൻ കഴിയും. ഒരേ സമയം കുമ്പിടി എന്ന് വിളിക്കൂലേ സിനിമയില്. സോളിന് അതിനൊക്കെ പവറുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു പുരാണങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ നിർവികൽപ്പ സമാധിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കർണാടകയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അതിനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ. അവരുടെയൊക്കെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അവർക്ക് ബോഡി വിട്ട് പുറത്തു പോയി സഞ്ചരിച്ച് തിരിച്ചു വരാൻ കഴിയും. ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് അവരതിനെ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണക്കാരായ നമുക്ക് ദിനേശ് സാറ് പറഞ്ഞ പോലെ നമുക്ക് പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റും, ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിലോ ഡൽഹിയിലോ മക്കയിലോ ഒക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. മനസ്സിന്റെ ഒപ്പം സോളും കൂടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും പറ്റും. എന്റെ അഗാധതയിലേക്ക് പോകണില്ല, അഗാധതയിലേക്ക് പോകാനുള്ള പ്രായമായില്ല. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാം. ചിറകിന് ശക്തി വെക്കാതെ പറഞ്ഞ തന്നെ കുഴപ്പം, താഴ്ചടി. ആദ്യം നമ്മൾ ചിറകിന് ശക്തി ഉണ്ടാക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കും. ചിറക് ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറക്കാം, തകിടം മറിയാം ആകാശത്തിന്, അല്ലെ, വായുവിൽ ഇങ്ങനെ കറങ്ങി മറിയാം, പലതും ചെയ്യാം, പല പണിയും ചെയ്യാം. കാറ്റ് എന്ന് പറയുന്നത് ഒരു രഹസ്യമാണ്. കാറ്റ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ആണ്. ആധുനിക ശാസ്ത്ര പഠനങ്ങൾ പറയുന്നു, നമ്മുടെ ബോഡി ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോയാലും, നമ്മൾ മരണപ്പെട്ടു പോയാലും, നമ്മുടെ സംസാരങ്ങൾ ഈ കാറ്റിൽ, ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. ഇന്നുവരെ ജനിച്ച മുഴുവൻ മനുഷ്യരുടെയും സംസാരങ്ങൾ ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ കാറ്റിന്റെ ശക്തി നിങ്ങളൊന്ന് ആലോചിക്കുക. കാറ്റിനിങ്ങനെ ഇതിനൊക്കെ ഇന്ന് ലോകത്ത് ജനിച്ച് ഇതുവരെ മനുഷ്യർ കണ്ടെത്തിയ എല്ലാ രഹസ്യങ്ങളും ആർക്കറിയാം? അതാണ് കാറ്റിന്റെ ശക്തി എന്ന്. കാറ്റിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട 3 രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ 3 രഹസ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യാം. അപ്പൊ കാറ്റിനെ പോലെ നമുക്ക് ആവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനോട് ഒപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, പലർക്കും തോന്നുന്നുണ്ടാവും, ഇത് എന്നോടല്ലേ പറയുന്നത്, ഇത് എന്നോട് തന്നെയല്ലേ പറയുന്നത് എന്ന് തോന്നുന്നുണ്ടാവും. കാരണം ഞാനിത് പറയുന്നതൊന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന, എപ്പോഴും നിങ്ങളോടൊപ്പം നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ തോന്നി, ഇത് എന്നോടാണല്ലോ, ഞാനാണല്ലോ. ഒരിക്കലും നമ്മുടെ സോള് മസിൽ പിടിച്ചിരിക്കരുത്. പലരും എന്നെ നേരിട്ട് കാണുമ്പോൾ സാറെന്ന് സിമ്പിളാന്ന്. ഞാൻ സിമ്പിൾ ആയതല്ല, ഞാൻ എന്റെ സോളിനെ ഒരു കാറ്റാക്കി ആത്മാവാക്കി വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സിമ്പിളായി മാറുന്നതാണ്. അല്ലാതെ നമ്മൾ ബോധപൂർവ്വം പരിശ്രമിച്ച് അങ്ങനെ വിനയം കൂടുതൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് കാപട്യമാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവും. ചില സമയത്ത് വിനയം കാണിക്കും, ചില സമയത്ത് വിനയം ഉണ്ടാവില്ല, ചില സമയത്ത് ദേഷ്യമായിരിക്കും, ചില സമയത്ത് സങ്കടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാലേ
അത് ഒറിജിനൽ ആവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിനെ കാറ്റായിട്ടൊന്ന് പറയും. കാറ്റ് ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വെറും വായു മാത്രമല്ല, അതൊരു സന്ദേശവാഹകനാണ്. നിങ്ങളുടെ സന്ദേശങ്ങളെ, നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങളെ, നിങ്ങൾ സംസാരിക്കുന്നതിനെല്ലാം കൊണ്ടുപോകുന്ന ഒരു 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 രഹസ്യ സന്ദേശവാഹകനാണ് കാറ്റ്. പുരാതനമായ ഋഷിമാരുടെയും മിസ്റ്റിക്കുകളുടെയും ഔലിയാക്കളുടെയും പ്രവാചകന്മാരുടെയും ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും ശ്രീ യേശുവിന്റെയും മുഹമ്മദ് നബിയുടെയും ഒക്കെ സംസാരങ്ങളെ ആ കാറ്റ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇത് പർവ്വതങ്ങളിലൂടെയും സമുദ്രങ്ങളിലൂടെയും മരുഭൂമിയിലൂടെയും മലഞ്ചെരുവിലൂടെയും ഒക്കെ ആ കാറ്റ് ഇങ്ങനെ ജ്ഞാനം വായിച്ചുകൊണ്ട് ഇങ്ങനെ. കണ്ണടച്ചിട്ട് നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ, ഒരു കാറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളൊരു ഒരു ഒരു കുന്നിൻ മുകളിൽ കാറ്റ് ഇങ്ങനെ വരുന്ന കാറ്റൊന്ന് ഇങ്ങനെ കാറ്റിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കുന്നിന്റെ മുകളിൽ നമ്മൾ നിൽക്കുവാണ്, കാറ്റ് ഇങ്ങനെ വന്ന് നമ്മളെ തഴുകുകയാണ്. അത് നമ്മുടെ മുടിയിൽ തഴുകുന്നു, നമ്മളെ മൃദുവായൊന്ന് ആലിംഗനം ചെയ്ത് ചുറ്റിപ്പിടിച്ച് പോകുന്നു. എന്താണ് ആ കാറ്റ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാറ്റ് വെറും ഒരു ശക്തിയല്ല, അതൊരു ശബ്ദമാണ്. ഇന്നലെ ഹൈദരലി സാറ് പറഞ്ഞ പോലെ ആ കാറ്റിന് പല കഥകളും പറയാനുണ്ട്. പുഴ പറയുന്നത് പോലെ തന്നെ കാറ്റിനും പറയാൻ. ഓക്കെ എന്ന് പറയുന്നത് ആദ്യമായി കാറ്റിന് നിങ്ങളോട് പറയാനുള്ള രഹസ്യം എന്ന് പറയുന്നത് വിടുക എന്നാണ്. പ്ലീസ് ലീവ്, ലെറ്റ് ഗോ, ലെറ്റ് ഇൻ ഗോ. മസിൽ പിടുത്തവും ജീവിതത്തിലുണ്ടായ വിഷമങ്ങളും സങ്കടങ്ങളും എന്തിന് സന്തോഷങ്ങൾ പോലും എല്ലാം വിടുക എന്നുള്ളതാണ്. ഒന്നിലും നിങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കരുത്. കാറ്റ് ഒരിടത്തും കെട്ടിപ്പിടിച്ച് കാറ്റ് ഒരിടത്തും കെട്ടിപ്പിടിച്ച് നിൽക്കൂല. കാറ്റ് ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആത്മാവിനെയും അതിനോട് നിങ്ങൾ ഒന്ന് താരതമ്യം ചെയ്യുക, ഉപമിക്കുക. കാറ്റിനൊരു രൂപമില്ല, ബന്ധങ്ങളില്ല, ബന്ധനങ്ങളിൽ. അത് തൊടുന്ന മരങ്ങളിലോ മലകളിലോ ആ കാറ്റ് പറ്റിപ്പിടിക്കുന്നില്ല. മരങ്ങളിലോ മലകളിലോ അത് പറ്റിപ്പിടിക്കുന്നില്ല. മലകളെത്തുമ്പോൾ അതിനെ മുറുകെ പിടിക്കുന്നില്ല. അതിങ്ങനെ ഒഴുകുകയാണ്. ആ ഒഴുക്കിലാണ് കാറ്റ് അതിന്റെ ശക്തി കണ്ടത്. ആ ഒഴുക്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ പലപ്പോഴും വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ എന്തെങ്കിലും മുറുകെ പിടിക്കും. നിങ്ങൾ എന്തെങ്കിലും മുറുകെ പിടിക്കുമ്പോൾ കഷ്ടപ്പാട് വരും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ, ഒരു വിഷമകരമായ ഒരു അവസ്ഥയെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും, ബുദ്ധിമുട്ട് വരും, വിഷമം വരും. കണ്ണു തുറന്നോ. ഇനി കണ്ണടച്ചിരിക്കില്ലേ? കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ പോവും കാറ്റിന്റെ ഒപ്പം. പോലെ ഞാനിത് പറഞ്ഞു തന്നോട്ടെ. കാറ്റിന്റെ ഒപ്പം പോയത് കേൾക്കാൻ പറ്റൂല. നമ്മൾ അതിലിങ്ങനെ ആസ്വദിച്ചു പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു മരത്തിലോ, ചെറിയ വിഷമാണ് മരം, വലിയ സങ്കടമാണ് ഒരു മല. ആ മലയിലോ പോയി നമ്മുടെ സോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ ആണ് നമുക്ക് വിഷമം ഉണ്ടാവും. ആ മലയും മരത്തെയും ഒക്കെ തഴുകി മുന്നോട്ട് പോവാൻ, വിഷമാണേലും സങ്കടമാണേലും സന്തോഷമാണ്, ഇപ്പൊ നമുക്ക് വലിയ ഫീലിങ്ങുകൾ ഉണ്ടാവില്ല. വലിയ ഫീലിംഗ് നമ്മുടെ ഭയങ്ങളോട്, നമ്മുടെ പ്രതീക്ഷകളോട്, നമ്മുടെ ഖേദങ്ങളോട് ഒക്കെ നമ്മൾ മുറുകെ പിടിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രതീക്ഷ? വയസ്സാവുമ്പോ മക്കള് നന്നായിട്ട് നോക്കും, പ്രതീക്ഷ. എന്നിട്ട് എന്ത് ചെയ്യും? അതിലേട്ട് മുറുകി അങ്ങ് പിടിക്കും. എന്നെ ഇപ്പൊ നോക്കും, ഇത് മുറുകെ പിടിക്കും. പ്രത്യേകിച്ചും ഈ കാലഘട്ടം ഇത്തരം പ്രതീക്ഷകളൊന്നും സോളിന്, ആത്മാവിന് ഉണ്ടാവാൻ പാടില്ല. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മൈൻഡ് പവർ. എന്തു വന്നാലും, ഒറ്റയ്ക്കായാലും വൃദ്ധസദനത്തിലായാലും എവിടെയാണെങ്കിലും ഞാൻ എന്റെ ലൈഫ് നിങ്ങൾക്കൊരായുസ് ഈ ഭൂമിയിൽ വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആയുസ് 100 വയസ്സ് വരെയാണ് ആയുസ് എന്നുണ്ടെങ്കിൽ, ആ 100 വയസ്സ് വരെ നിങ്ങളെ നോക്കുന്നത് നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെ സമ്പത്തല്ല, ഒന്നുമല്ല, നിങ്ങളുടെ സൃഷ്ടാവ്. നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ ആയുസ് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ദിവസം നിങ്ങളെ നോക്കുന്നത്, നിങ്ങളെ പരിപാലിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങൾക്ക് വായു നൽകുന്നത്, ഇല്ലെങ്കിൽ ആ വായു ഇപ്പൊ കട്ടാക്കാം. നിങ്ങൾക്ക് ഒരു നിമിഷം മുന്നോട്ട് പോവാൻ ഈ ഭൂമിയിൽ ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ് മരണം എപ്പോ വരുന്നത്. ഒരു കുട്ടി ജനിക്കുന്നതും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. എങ്ങനെയും ജനിക്കാം, ആക്സിഡന്റലി ജനിക്കാം, അബദ്ധം സംഭവിച്ച് ജനിക്കാം, എങ്ങനെയും ജനിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മരണം ഒട്ടും പ്രവചിക്കാൻ പറ്റും. ജനനം കുറച്ചൊക്കെ കല്യാണം കഴിക്കണം അതൊക്കെ പറയാം, പക്ഷെ മരണം ലോകത്ത് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നൊന്നും ആവശ്യപ്പെടാത്ത, നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം, യഹോവ, അള്ളാഹു, നിങ്ങൾ എന്ത് പേര് വിളിക്കാനും ആ ഒരു സൃഷ്ടാവ് നിങ്ങൾക്ക് ഈ ശ്വാസം ഇപ്പോൾ ക്ലോസ് ചെയ്താൽ ഇപ്പൊ പോകും. ഈ ശ്വാസം നമുക്ക് തന്നോടത്തോളം കാലം നമ്മളെ ജീവിപ്പിക്കുക എന്നുള്ളതും ആ സൃഷ്ടാവിൻ്റെതാണ്, അല്ലാതെ മക്കളുടെ കഴിവല്ല. ഈ മക്കളെ നോക്കുക, അല്ലെങ്കിൽ മക്കളെ നമ്മൾ എല്ലാം പ്രതീക്ഷകളാണ്. ഈ പ്രതീക്ഷകളിൽ കെട്ടിപ്പിടിച്ച് കിടക്കരുത്. ഒരു കാറ്റ് നിങ്ങളോട് പറയുന്നു, എല്ലാം വിടുക. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതിൽ നിങ്ങൾ മുറുകെ പിടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതിൽ നിങ്ങൾ മുറുകെ പിടിച്ച് ലെറ്റ് ഗോ.
വാട്ട് യു കനോട്ട് ചേഞ്ച്. ലെറ്റ് ഗോ വാട്ട് യു കാൺ ചേഞ്ച്. നിങ്ങൾക്ക് ഒരു മലയെ തകർക്കാൻ ഒരു കാറ്റിന് പറ്റുമോ? ഒരു മലയെ, വലിയൊരു മലയെ തകർത്തെറിയാൻ ഒരു കാറ്റിന് പറ്റുമോ? പറ്റൂല. ചില കാര്യങ്ങൾ മല പോലെയാണ്. ആ മല അവിടെ നമ്മൾ കടന്നു പോകും. നമ്മൾ കടന്നു പോകും. എനിക്ക് ആ സ്നേഹം കിട്ടിയാലേ സന്തോഷം കിട്ടുള്ളൂ, എനിക്ക് അത് കിട്ടിയാലേ സന്തോഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, എന്റെ കൂടെ ആ ആള് വേണം, ആളുണ്ടെങ്കിലേ എനിക്ക് സന്തോഷം കിട്ടുള്ളൂ. എന്തുകൊണ്ട് എന്റെ കൂടെ ആളുണ്ടായിരുന്നില്ല? എന്തുകൊണ്ട് അവർ എന്നെ ഇട്ടിട്ട് പോയി, എന്നെ തേച്ചു പോയി എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്. തേച്ചു പോയി. ഒന്നിനെയും ഞാൻ പറയുന്നു, ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ ഒന്നും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഒരു സിംഗിൾ സോളാണ്. നിങ്ങൾ സിംഗിൾ സോളാണ്. ഇവരൊക്കെ ആയിട്ട് നമുക്ക് ഇന്റിമസി ഉണ്ട്, ബന്ധങ്ങളുണ്ട്, സ്നേഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിലേട്ട് എത്തിക്കാനുള്ള മാർഗമല്ലേ ഈ പറഞ്ഞു തന്നെ. നിങ്ങൾ എത്തണം. നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കണം. നിങ്ങളൊരു കാറ്റാണ്, നിങ്ങളൊരു സോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്റെ ഇങ്ങനെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ എന്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നത്, ഒരു പൈസ പോലും വാങ്ങാം. എന്റെ കൂടെയുള്ള ട്രെയിനേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഗോൾഡ് മെമ്പേഴ്സിന് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇഷ്ടം, എനിക്ക് അവരെ ഇഷ്ടം. എന്റെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഭാര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ദ എൻഡ് ഓഫ് ദ ലൈഫ്, at the end of the day, you are single. You are single. ഈശ്വരൻ ഒന്നാണ്. You are also single. നിങ്ങളും ഒറ്റയ്ക്കാണ്. ആ കാറ്റായി മാറുക, കാറ്റായി മാറുക. നല്ല ബന്ധമുണ്ട്, നമുക്ക് നല്ല സ്നേഹമുണ്ട്. എല്ലാവരും നമ്മൾ സ്നേഹിക്കണം, വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. കാറ്റ് അങ്ങനെയാണ്. സ്നേഹിക്കുന്നവരിലൂടെ മൃദുലമായി തലോടി കടന്നു പോകും. കുളിർ കാറ്റായി, കുളിർ കാറ്റായി. എന്തൊരു രസം, കുളിർ കാറ്റായി. ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഭാരം തോന്നുന്നതെല്ലാം നിങ്ങൾ ഈ വഴിയിലരികിൽ ഉപേക്ഷിക്കുക. നിങ്ങൾ പോകുന്ന വഴിയിൽ ഉപേക്ഷിക്കുക. അതിനെ ചുവന്നുകൊണ്ട് നടക്കരുത്. കാറ്റൊന്നിനും ചുവന്നുകൊണ്ട് നടക്കൂല. ഒരു കരിയിലെ പോലും ഒരു നിശ്ചയ ദൂരം പറത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിട്ടിട്ട് പോയി. ഇത് വളരെ ചെറിയൊരു വിഷമത്തെ പോലും, വളരെ ചെറിയൊരു സങ്കടത്തെ പോലും, ചെറിയൊരു സന്തോഷത്തെ പോലും ഉപേക്ഷിച്ചു പോവുക. അതിനേക്കാൾ അപ്പുറത്താണ് ആത്മാനന്ദം, പരമാനന്ദം, ആത്മനിർവൃതി എന്നൊക്കെ പറഞ്ഞു. അതിനേക്കാളൊക്കെ അപ്പുറത്താണ് കാറ്റിന് ഇങ്ങനെ യാത്ര ചെയ്യാൻ, അനന്തമായി യാത്ര ചെയ്യാൻ. അപ്പൊ ഒന്നാമത്തെ രഹസ്യം, എല്ലാം വിടുക, കംപ്ലീറ്റ്. നിങ്ങളെ തന്നെ അങ്ങനെ വിടാൻ കഴിഞ്ഞാണ്ടല്ലോ എന്നാ രസമായിരിക്കും എന്നറിയാവോ? ഒരു വിഷമവും സങ്കടവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. സൂപ്പർ മൈൻഡ് പവർ അവിടെയാണ്, സൂപ്പർ മൈൻഡ് പവർ. രണ്ടാമത്തെ രഹസ്യം കാറ്റ് പറയുന്നത്, നിങ്ങൾ മാറ്റത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മാറ്റത്തെ സ്വീകരിക്കുക. ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളെയും നിങ്ങൾ സ്വീകരിക്കും. ഒരുപാട് മാറ്റം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആയിരിക്കൂല. മാറ്റത്തെ സ്വീകരിക്കും, എംബ്രേസ് ചെയ്യും. എന്നിട്ടൊരിക്കലും നിശ്ചലമല്ല. അത് ദിശ മാറ്റുന്നു, അത് ഋതുക്കൾക്കൊപ്പം നൃത്തം ചെയ്യുന്നു, കാലങ്ങൾക്കൊപ്പം മാറുന്നു, ശിശിരത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ചിലപ്പോൾ മൃദുവായ ഒരു കാറ്റ്, ചിലപ്പോൾ ശക്തമായ ഒരു കൊടുങ്കാറ്റ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ മൃദുവായി ഒഴുകും, ചിലപ്പോൾ ശാന്തമായി ഒഴുകും, ചിലപ്പോൾ അതിശക്തമായ കൊടുങ്കാറ്റായി മാറും, കലുഷിതമായി മാറും, വീണ്ടും അത് ഒടുങ്ങും. എല്ലാം മാറുന്നു. എല്ലാം. നമ്മുടെ ശരീരം കുഞ്ഞാർന്നപ്പോ വെള്ളം പോലെയാണ് നമ്മളിപ്പോ ഇരിക്കുന്നത്. എന്റെ 10 വർഷം മുമ്പത്തുള്ള ഫോട്ടോ കണ്ടിട്ട് പറയും, സാർ ഇപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ. പക്ഷെ മാറ്റമുണ്ട്. എനിക്കും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരത്തില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ സാഹചര്യങ്ങളില് എല്ലാം മാറും. മാറ്റം നമ്മുടെ ശത്രുവല്ല. മാറ്റം ജീവന്റെ ശ്വാസമാണ്. മാറ്റം ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റൂല. ഇപ്പോൾ പോലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലും ഒരു മാറ്റത്തിന്റെ ഭാഗം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അത് മാറ്റത്തിന്റെ ഭാഗം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിന്റെ ഭാഗം. കാറ്റ് നിങ്ങളോട് മന്ത്രിക്കുകയാണ്, മാറ്റത്തെ സ്വീകരിക്കുക, മാറ്റത്തെ സ്വീകരിക്കുക. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ഒരു ദിവസം അത് വ്യക്തം. ഓരോ മാറ്റവും ഓരോ ഡാൻസ് ആണ്. നിങ്ങൾ ആ മാറ്റത്തിന്റെ ഇരയല്ല ഒരിക്കലും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ആ മാറ്റത്തിന്റെ ഇരയല്ല. നിങ്ങൾ ആ മാറ്റത്തിലെ നർത്തകനാണ്. നർത്തകൻ, ഡാൻസ് ചെയ്യുന്നയാൾ. ജീവിതത്തിലുള്ള ഓരോ മാറ്റത്തിനനുസരിച്ചും നിങ്ങൾ ഡാൻസ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ മാറ്റങ്ങളും, മരണം വരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എന്തെല്ലാം മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരും എടുത്ത് പരിശോധിച്ചാൽ മതി. എന്റെ യുവത്വം, എന്റെ ചെറുപ്പകാലം എല്ലാം മാറി. ഞാൻ പഠിച്ചത് വേറെ, ജോലി ചെയ്യുന്നത് വേറെ, ജോലി ചെയ്തത് വേറെ, ബിസിനസ് തുടങ്ങിയത് വേറെ, ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വേറെ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ. നിങ്ങൾ ചെറുപ്പം തൊട്ടൊന്ന് എടുത്തു നോക്കി, പല ഘട്ടങ്ങളിലൂടെ നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ആ മാറ്റത്തിലെ ഒരു നർത്തകനോ നർത്തകിയോ ആണ് നിങ്ങൾ. അല്ലാതെ നിങ്ങൾ അതിന്റെ ഏരയൊന്നുമല്ല. നമ്മൾ അതിന്റെ ഏരയാണ് എന്ന് വിചാരിക്കാം. എന്നെ അവർ ഉപേക്ഷിച്ചു പോയില്ലേ, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചില്ലേ, എന്നെ ആരും പരിഗണിച്ചില്ലല്ലോ, എന്നെ അവർ വേദനിപ്പിച്ചില്ലേ,
എന്നെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചില്ലേ, എനിക്ക് സങ്കടം തന്നില്ലേ? ഒന്നുമില്ല. കാറ്റായ നിങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ കണ്ടുപോകുന്ന ഫീൽ ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമാണത്. മാറ്റം, ആ മാറ്റത്തെ നിങ്ങൾ മൂന്നാമത്തെ രഹസ്യം നിങ്ങൾ കാറ്റായി മാറ്റത്തിനനുസരിച്ച് ഒരിടത്തും പൊതിയാതെ, ഒരിടത്തും പിടിക്കാതെ, ഒരു മരത്തിലോ ഒരു മലയിലോ കെട്ടിപ്പിടിക്കാതെ നിങ്ങള് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങൾ സ്നേഹത്തെ കൊണ്ടുപോകും. പോകുന്നിടത്തെല്ലാം സ്നേഹം കൊണ്ടുപോകും. കാറ്റ് ഒരു സഞ്ചാരിയാണ്, സഞ്ചാരി. നിങ്ങളും ഒരു സഞ്ചാരിയാണ്. കുറെ കാഴ്ചകൾ കാണാൻ വന്ന, കുറെ സങ്കടങ്ങൾ കാണാനും, കുറെ സന്തോഷങ്ങൾ കാണാനും, കുറെ സന്താപങ്ങൾ കാണാനും, കുറെ സോളുകളെ അറിയാനും, കുറെ ആത്മാക്കളെ കാണാനും ഒക്കെ വന്ന സഞ്ചാരികളാണ് സഞ്ചാരി. എല്ലാ കരയെയും, എല്ലാ കടലിനെയും, എല്ലാ ഹൃദയത്തെയും സ്പർശിച്ചാണ് അത് കടന്നു പോകുന്നത്. എല്ലാ കരയെയും എല്ലാത്തിനെയും സ്പർശിച്ചാണ് കടന്നു പോകുന്നത്. എല്ലാ കരയെയും സ്പർശിച്ചാണ് കടന്നു പോകുന്നത്. എല്ലാ കടലിനെയും, എല്ലാ ഹൃദയങ്ങളെയും, എല്ലാ സോളിനെയും സ്പർശിച്ചാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ കാറ്റ് വെറുതെ ശൂന്യമായല്ല കടന്നു വരും. അത് വിദൂരമായ പുൽമേടുകളിൽ നിന്ന്, വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പൂക്കളുടെ ഗന്ധം കൊണ്ടുവരാറുണ്ട്. പൂക്കളുടെ ഗന്ധം, ചിലപ്പോൾ മഴ പെയ്ത മണ്ണിന്റെ ഗന്ധം കൊണ്ടുവരാറുണ്ട്. താഴ്വരയിലെയും ആകാശത്തിലെയും മരച്ചില്ലയിലെയും പാടുന്ന പക്ഷികളുടെ പാട്ടുകൾ നിങ്ങളുടെ ചെവിയിലിട്ട് എത്തിക്കുന്നത് കാറ്റാണ്. അത്ര സ്നേഹത്തോടു കൂടിയാണ് കാറ്റ് കടന്നു പോകുന്നത്, അത്ര സ്നേഹത്തോടു കൂടി. അതുപോലെ നിങ്ങളും എവിടെ പോയാലും സ്നേഹം കൊണ്ടുപോവുക. എവിടെ പോയാലും ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. നിങ്ങളുടെ ജീവിതം തന്നെ മാറാം. നിങ്ങളുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി. നിങ്ങളൊരു കാറ്റായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആത്മാവ് ഒരു കാറ്റായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്നിടങ്ങളിലെല്ലാം സ്നേഹം കൊണ്ടുപോയാൽ, നിങ്ങൾ സ്പർശിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അവശേഷിപ്പിക്കുന്ന ഒരു സുഗന്ധമാണ് സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ നിശബ്ദതയിൽ പോലും, എന്തിന്, നിങ്ങളുടെ അഭാവത്തിൽ പോലും നിങ്ങളുടെ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ കഴിയും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഈ ക്ലാസ് ഒക്കെ നിർത്തി പോയാലും എന്റെ സ്നേഹം നിങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കും. ബിക്കോസ് ഐ എം ക്യാരിങ്. ഞാൻ ആ സ്നേഹം ചുമന്നുകൊണ്ടാണ്. ഇവിടെയാണ് നമുക്ക് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ കഴിയുക. എല്ലാം വിട്ട്, എല്ലാ ബന്ധനങ്ങളും, എല്ലാ ബന്ധങ്ങളും, എല്ലാ ദുരിതങ്ങളും എല്ലാം വിട്ട് പറക്കുന്ന ഒരു കാറ്റ്. അതൊന്നും നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല. എന്തിനെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് വിഷമം കൊണ്ടുവരിക. ഒരു മലയെയോ മരത്തിനെയോ പറക്കുന്ന കാറ്റ് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ ചുഴലി പോലെ കറങ്ങും. ഇപ്പൊ എന്ത് ചെയ്യണം? അതിനെ വിട്ടിട്ട് പോകണം. അതിനെ വിട്ടിട്ട് നമ്മൾ സഞ്ചരിക്കണം. മാറ്റങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ പോകുന്ന വഴിയിലൂടെ മുഴുവൻ സ്നേഹം കൊണ്ടുപോകണം. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങളുമായി കടുത്ത ശത്രുതയിലുള്ളവർ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളുള്ളവർ, മക്കളോടോ ഭാര്യയോടോ ഭർത്താവിനോടോ കാമുകനോടോ കാമുകിയോടോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ജീവിതത്തിൽ. ലൈഫ് നിങ്ങളൊരു കാറ്റായി മാറി നിങ്ങളിങ്ങനെ ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന്റെ കൂടെ സ്നേഹം കൊണ്ടുപോയാൽ, നിങ്ങളുടെ നിശബ്ദതയിൽ, നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും, നിങ്ങളുടെ നിശബ്ദതയിൽ പോലും, നിങ്ങളുടെ അഭാവത്തിൽ, നിങ്ങൾ ഇല്ലാത്തപ്പോൾ, നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വേദന അനുഭവിക്കുന്നവർക്ക് ഒരു തണുത്ത കാറ്റ് പോലെയാകും. തണുത്ത കാറ്റ്. നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ദയ, നിങ്ങൾ കൊടുക്കുന്ന ചാരിറ്റി, നിങ്ങളുടെ പണം കൊടുക്കുന്നത്, ആരും അറിയാതെ കൊടുക്കുന്നത്, നിങ്ങൾ സഹായിക്കുന്നത്, നിങ്ങളുടെ സ്വാന്തനത്തോടു കൂടിയുള്ള ഒരു സംസാരം, അത് ക്ഷീണിച്ച വഴിയാത്രക്കാരെ ആശ്വസിപ്പിക്കുന്ന ഒരു മൃദുവായ കാറ്റ് പോലെയാണ്. നിങ്ങൾ ആരെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങൾ ചുമ്മാ മിണ്ടാതിരിക്കുമ്പോൾ മറ്റുള്ളവരെ ശ്വസിക്കാൻ അനുവദിക്കുന്ന ഒരു കാറ്റായി നിങ്ങൾ, സൈലന്റ് ആയിട്ടുള്ള ഒരു, ശാന്തമായിട്ടുള്ള ഒരു കാറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് ശ്വസിക്കാൻ കഴിയുന്ന ഒരു കാറ്റായി നിങ്ങൾ മാറുക. ശ്വസിക്കാൻ കഴിയുന്ന ഒരു കാറ്റ്, ശാന്തമാണ്. നിങ്ങളുടെ സാന്നിധ്യം നിശ്ചലമായ ഒരു വായു. കാറ്റില്ലാത്തൊരവസ്ഥ, ഇപ്പോഴും വായു ഇവിടെയുണ്ട്. അത് നമ്മുടെ ദേഹത്ത് നമുക്ക് ഫീൽ ചെയ്യാത്തൊരവസ്ഥയിലും വായു ഇതിൽ സഞ്ചരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്ന രീതിയിലാണ്. കാറ്റൊരിക്കലും നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞവരല്ല. നിങ്ങളുടെ ജീവന്റെ ശ്വാസമാണ്. നൃത്തം ചെയ്യാനും സ്പർശിക്കാനും രൂപാന്തരപ്പെടാനും എതിലെ വേണമെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിക്കാനും അങ്ങനെ രൂപാന്തരം വന്ന ഒരാത്മാവ്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ നിശ്ചലമായി ഒന്ന് നിൽക്കുക. നിശ്ചലമായി ഒന്ന്. നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ കൊടും കാറ്റിലും കൊടും കോളിലുമാണ് എന്റെ എല്ലാ പ്രശ്നം. അന്നേരം ഒന്ന് നിശ്ചലമായി നിങ്ങളൊന്ന് കാറ്റിനെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ തഴുകി പോകുന്ന ആ കാറ്റിനെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് കംപ്ലീറ്റ്ലി എല്ലാം വിട്ടുകളയും. എല്ലാം ഞാനെന്ന ഭാവത്തെയും എല്ലാത്തിനെയും മാറുന്ന മാറ്റത്തെ നമ്മൾ സ്വീകരിക്കുക. മനസ്സാലെ സ്വീകരിക്കുക. പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. സ്നേഹം വഹിച്ചുകൊണ്ട് മുന്നോട്ട്. ക്ലിയറായോ? ഞാനൊരു ചെറിയ കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോസസ്സിലിട്ട് കിടക്കെ. നിങ്ങൾക്ക് ചില ദിവസം ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചില തിരക്കുകൾ കാണും, ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കാണും. എനിക്കറിയാം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം ഇരുന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട്
മുന്നോട്ട് പോവുക. ഓക്കെ, ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാളെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കേൾക്കാം. ഓക്കെ, നമ്മളെപ്പോഴും സ്വപ്നം, നമ്മളെപ്പോഴും പറയാറുള്ള ആ ഗ്രാമം, ആ പച്ചപ്പ് നിറഞ്ഞ ശാന്തസുന്ദരമായ മലഞ്ചെരുവിന് കീഴിലുള്ള തടാകക്കരയിലുള്ള വലിയ മരങ്ങൾ നിൽക്കുന്ന ആ ഗ്രാമങ്ങളുടെ പണിയായിട്ട് മുന്നോട്ട് പോകും. നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവും, എനിക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് ഈ സമയം, എന്നോടാണ്, എന്നോടാണ്, എന്നോടാണ് ഇത്. പച്ച പുൽമേടുകളും വിശാലമായ പുൽമേടുകളും വലിയ ചെറിയ ചെറിയ മലനിരകളും ഒക്കെയുള്ള ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ അമര എന്ന് പറയുന്ന വൃദ്ധയായ ഒരു ജ്ഞാനിയായ ഒരു സ്ത്രീ, സ്ത്രീ അറിയപ്പെട്ടിരുന്നത് കാറ്റിന്റെ സൂക്ഷിപ്പുകാരി, കാറ്റിന്റെ രഹസ്യം സൂക്ഷിക്കുന്ന ആളെന്നാണ്. കാറ്റിന്റെ രഹസ്യം അറിയാവുന്ന, അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, കാറ്റിനോട് സംസാരിക്കാനുള്ള കഴിവ്, കാറ്റിനോട് സംസാരിക്കാനുള്ള കഴിവ്. അവൾ കാറ്റിനോട് സംസാരിക്കും, കാറ്റ് അവളോട് തിരിച്ചു സംസാരിക്കും. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവരുടെ ഹൃദയത്തിലുള്ള ആഴമേറിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടി അവളെ സമീപിക്കുമായിരുന്നു അമരെ. ചിലർ ദുഃഖത്താൽ ഭാരപ്പെട്ടിട്ടും കഷ്ടപ്പെട്ടിട്ടും, ചിലർ അതിശക്തമായ കോപം നിയന്ത്രിക്കാൻ പറ്റാതെയും, മറ്റു ചിലർ അനന്തമായ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുമായിട്ടും വിഷമിച്ചും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും, ചിലർ പണം നേടുന്നത് എങ്ങനെയെന്ന് അറിയാനും, ചിലർ എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നതെന്ന് അറിയാനും ഒക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുമായി വരുമായിരുന്നു. അമര അവരെ എല്ലാം പുഞ്ചിരിയോടെ തന്റെ അടുത്തുള്ള വലിയൊരു മരത്തിന്, ഒരു ആൽമരത്തിന് ചുവട്ടിലിരിക്കാൻ വേണ്ടി അവരെ ക്ഷണിക്കും. അവിടെ വന്ന് ഇരുന്നിട്ട് അത് കേൾക്കും. ഇവർക്ക് നേരിട്ട് ഉത്തരങ്ങൾ ലഭിച്ചില്ലെങ്കിലും അവൾ എല്ലാം കേൾക്കും. കേട്ടതിന് ശേഷം അവൾ കാറ്റിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ട്. ഒരു ദിവസം കിരൺ എന്ന് പറയുന്ന ഒരു യുവസഞ്ചാരി അമരയെ തേടി ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് അവൻ അമരയെ കണ്ടെത്തിയത്. ഒരുപാട് അന്വേഷിച്ച് നടന്നു. അവന്റെ കണ്ണുകൾ വിഷമത്താൽ നിറഞ്ഞിരുന്നു. അവന്റെ ഹൃദയം സംശയത്താൽ ഭാരം നിറഞ്ഞിരുന്നു. ഞാൻ ആരാണെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ അവൻ ജീവിതത്തിൽ ആകെ അങ്കലാപ്പ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആകെ പ്രശ്നങ്ങൾ. അമരയുടെ അടുത്തെത്തി അവൻ യാചിച്ചു, ഞാൻ എല്ലാം പരീക്ഷിച്ചു, ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് അന്വേഷിച്ച് അലഞ്ഞു, ഞാൻ വഴിതെറ്റിപ്പോയി, ഞാൻ തെറ്റുകൾ ചെയ്തു, ഞാൻ പാപങ്ങൾ ചെയ്തു, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ. അമര പുഞ്ചിരിച്ചുകൊണ്ട് കിരണോട് ആ മരത്തിന് കീഴെ ഇരിക്കാം, നീ ആദ്യം സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. അതിനുശേഷം കാറ്റിനോട് പതിയെ മന്ത്രിക്കാൻ തുടങ്ങി. ഒരു ചെറിയ ഇളം കാറ്റ് വന്ന് കിരണേയും അമരയും ചുറ്റും നൃത്തം ചെയ്തുകൊണ്ട് അമര കിരണോട് പറഞ്ഞു, പ്രിയപ്പെട്ട കിരൺ, കാറ്റ് നിനക്കായി 3 രഹസ്യങ്ങളെ പറഞ്ഞു തരുന്നു. അതിലൊന്നാമത്തെ രഹസ്യം ഇതാണ്: നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്, നിങ്ങൾക്ക് പിടിച്ചുലയ്ക്കാൻ കഴിയാത്തതെല്ലാം നിങ്ങൾ വിട്ടുകളയണം. നിങ്ങളുടെ വിഷമങ്ങൾ, ഖേദങ്ങൾ, തെറ്റുകൾ, സങ്കടങ്ങൾ, എല്ലാ നിയന്ത്രണങ്ങളും നീ വിട്ടുകളയണം. അപ്പോൾ മാത്രമേ നിനക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് നീങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമേ നിനക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. നീ നിന്റെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ ഒക്കെ തടഞ്ഞ് തട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഫ്രീ ആയി നിനക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് അതെല്ലാം വിട്ടുകളയും. കുറ്റബോധം കൊണ്ട് ഞാൻ ഇത്രയും നാൾ ഈ ഭയത്തെയും ഈ കുറ്റബോധത്തെയും ഒക്കെയാണല്ലോ മുറുകെ പിടിച്ചിരുന്നത് എന്ന് വിചാരിച്ചിട്ട് കിരണിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. രണ്ടാമത്തെ രഹസ്യം അമര തുടർന്നു, നീ പൂർണ്ണമായിട്ടും, കാറ്റ് എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്നവളാണ്. അതൊരിക്കലും ഒരുപോലെ നിൽക്കില്ല. എല്ലാ പുതിയ പാതകളെയും, പുതിയ സ്ഥലങ്ങളെയും, പുതിയ കാലങ്ങളെയും, ശിശിരത്തെയും ഗ്രീഷ്മത്തെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നതാണ്. എല്ലാ കാലങ്ങളെയും അങ്ങനെ നീയും ചെയ്യണം. നീ ഭയപ്പെടരുത്. വീണ്ടും ഒരു കാറ്റ്, ഇളം കാറ്റ് അവരുടെ ചുറ്റും കടന്നിങ്ങനെ കറങ്ങും. അമര പറഞ്ഞു, കാറ്റ് നിന്നോട് പറയുന്നുണ്ട്. സൗമ്യമായ കാറ്റുപോലെ, മൃദുവായ കാറ്റുപോലെയുള്ള അവളുടെ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, എവിടെ പോയാലും നീ സ്നേഹം കൊണ്ടു നടക്കും. കാറ്റ് വിദൂര ദേശങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ ഗന്ധം കൊണ്ടുവരുന്നത് പോലെ നീ കണ്ടുമുട്ടുന്ന ഓരോ ആത്മാവിലും, ഓരോ സോളിലും നിങ്ങളുടെ സ്നേഹം സ്പർശിക്കട്ടെ. സ്നേഹം നിശബ്ദതയിൽ പോലും നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ഇളം കാറ്റായി മാറും. കിരൺ കണ്ണുകൾ അടച്ചു. ആ നിശബ്ദതയിൽ അവൻ വിചിത്രമായ ഒരു സമാധാനം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, തന്റെ ഭാരങ്ങളെല്ലാം അലിഞ്ഞു പോകുന്ന ഒരു സമാധാനം, പ്രഭാത സൂര്യനിൽ നിന്ന് മൂടൽ മഞ്ഞ് മാറിപ്പോകുന്നത് പോലെ അവന്റെ ഭയവും പേടിയും എല്ലാം, ആശങ്കയും എല്ലാം ഉരുകി പോകുന്നതായിട്ട് അവൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവൻ കണ്ണു തുറന്നപ്പോൾ കാറ്റ് ശാന്തമായി അവനോട് വിട പറയുന്ന പോലെ, പക്ഷേ അപ്പോഴും അതിന്റെ മൃദുവായ സ്നേഹത്തിന്റെ തഴുകൽ ആൾക്ക് അനുഭവപ്പെട്ടു. കിരൺ ഉടനെ അമരയോട് പറഞ്ഞു, നന്ദി, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഇതിന് നന്ദി. അമര പറഞ്ഞു, നീ എന്നോടല്ല നന്ദി, പ്രിയ ആത്മാവ്, എന്നോടല്ല നീ മന്ത്രിക്കുന്ന കാറ്റിനോട്, നിങ്ങളുടെ സോളിനോട് മന്ത്രിക്കുന്ന കാറ്റിനോട് നിങ്ങൾ നന്ദി പറയും. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ?
കേൾക്കാൻ തയ്യാറുള്ള എല്ലാവരോടും അത് കേൾക്കാൻ തയ്യാറുള്ള എല്ലാവരോടും അത് സംസാരിക്കും. കിരൺ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് നടന്നു. ഒരു സഞ്ചാരിയായി മാത്രമല്ല, സഞ്ചാരിയായ കിരൺ ഒരു സഞ്ചാരിയായല്ല പിന്നെ നടന്നത്, ഒരു കാറ്റായി, തന്നെ ഒരു കാറ്റായി, സ്വതന്ത്രവും ശാന്തവും സ്നേഹം നിറഞ്ഞതുമായ ഒരു കാറ്റ്. നിങ്ങളും ഇന്ന് നിങ്ങളുടെ ലോകത്തെ കാലെടുത്തു കാറ്റായും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു ഇളം കാറ്റായി, സ്നേഹം തുളുമ്പുന്ന, സ്നേഹം വിതരണം ചെയ്യുന്ന കാറ്റായി നിങ്ങളും. ഒരു നിശബ്ദത, ഈ നിശബ്ദതയാണ് എനിക്ക് ആവശ്യം. അപ്പൊ നമ്മൾ പെട്ടെന്ന് പ്രോസസ്സിലേക്ക് പോവാണ്.